ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്നത് സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LDC 100 Days ചലഞ്ച് ഡേ 38 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LDC 100 Days ചലഞ്ചിന്റെ ഡേ 38 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. ഇന്ന് പ്രധാനമായും നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സുഹൃത്തുക്കളെ. നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷൻ അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കില് കൃത്യമായി പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് ഫ്രഞ്ച് റെവല്യൂഷൻ. അതുപോലെ തന്നെ ഒത്തിരി ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയി ഈ ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പഠിക്കാം ഫ്രഞ്ച് റെവല്യൂഷനെ പറ്റി. ഫ്രഞ്ച് വിപ്ലവം ഫ്രഞ്ച് ഭരണാധികാരികളുടെ ഏകാധിപത്യ ഭരണത്തിനും ധൂർത്തിനുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫ്രഞ്ച് ഭരണാധികാരികളുടെ ഏകാധിപത്യ ഭരണത്തിനും ധൂർത്തിനുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവം അറിയപ്പെടുന്ന പേരാണ് ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. PSC ഏറ്റവും കൂടുതൽ പ്രീവിയസ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് പഠിക്കുക സുഹൃത്തുക്കളെ. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. ഒന്നുകൂടി പറയാം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ പറഞ്ഞതാരാണ്? ലൂയി 14 ആരാണ്? ലൂയി 14 രാജാവാണ്. ഇതിൽ PSC ഞാനാണ് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു കോട്ടിനകത്ത് മാത്രം ചോദിച്ചിട്ട് താഴെ പറയുന്ന ഈ പ്രസ്താവന പറഞ്ഞ രാജാവ് ആര് എന്ന് ചോദിക്കും. ഉത്തരം ലൂയി 14 വാക്കുകളാണ്. ഒന്നുകൂടി പറയാം, ഞാനാണ് രാഷ്ട്രമെന്നും രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്ക് മാത്രമേ ഉള്ളൂ? ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത് ലൂയി 14 വാക്കുകളാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ലൂയി 15. എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ലൂയി 15 എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ലൂയി 15 ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടിയാണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് മേരി അന്റോയിനറ്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മേരി അന്റോയിനറ്റ് ആണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് സുഹൃത്തുക്കള് പഠിക്കുക. ഒന്നുകൂടി പറയാം, ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഫ്രഞ്ച് ഭരണാധികാരികളുടെ ഏകാധിപത്യ ഭരണത്തിനും ധൂർത്തിനുമെതിരെ ഫ്രാൻസിൽ നടന്ന വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം എന്നറിയപ്പെടുന്നത്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. ഞാനാണ് രാഷ്ട്രം, രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇങ്ങനെ പറഞ്ഞതാരാണ്? ലൂയി 14 എനിക്ക് ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ ലൂയി 15. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് അഭിപ്രായപ്പെട്ടത് മേരി അന്റോയിനറ്റ്. ഇത് മൂന്നും PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന കാരണങ്ങളായി പറയുന്നത് ഭരണാധികാരികൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷത്തിന്റെ ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതം. ഭരണാധികാരികൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷത്തിന്റെ ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതവും ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളും. ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങള് ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന 3 തട്ടുകളായി വിഭജിച്ചു. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാല് ഭരണാധികാരികൾ ഉൾപ്പെടുന്ന ന്യൂനപക്ഷത്തിന്റെ ആഡംബരവും ധൂർത്തും നിറഞ്ഞ ജീവിതം, ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വം, അതുപോലെ ഫ്രഞ്ച് സമൂഹത്തെ എസ്റ്റേറ്റുകൾ എന്നറിയപ്പെടുന്ന 3 തട്ടുകളായി തിരിച്ചതും അല്ലെങ്കിൽ വിഭജിച്ചതുമാണ്. പഠിക്കുക. നമുക്കിത് നോക്കാനുള്ളതാണ് എസ്റ്റേറ്റുകൾ. എന്താ സുഹൃത്തുക്കളെ എസ്റ്റേറ്റുകൾ എന്ന് പറഞ്ഞാല്? ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായും 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായിട്ട് 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. അവയായിരുന്നു 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ് എന്ന്. ഇതിൽ 1ാം എസ്റ്റേറ്റിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായിട്ടും 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. ഏതൊക്കെയാണ് എസ്റ്റേറ്റ്? 1ാം എസ്റ്റേറ്റ്, 2ാം എസ്റ്റേറ്റ്, 3ാം എസ്റ്റേറ്റ് ഇങ്ങനെയായിരുന്നു. ഇതിൽ 1ാം എസ്റ്റേറ്റിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പുരോഹിതന്മാരായിരുന്നു. 1ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് ആരാ സുഹൃത്തുക്കളെ? പുരോഹിതന്മാരായിരുന്നു 1ാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത്. PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.
ഇങ്ങോട്ട് പറയാൻ പോകുന്ന എല്ലാ പോയിന്റും PSCയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഒന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നതെല്ലാം ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. ഒന്നാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ധാരാളം ഭൂമി കൈവശം വെക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ഒന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്ന വ്യക്തികൾക്ക് ധാരാളം ഭൂമി കൈവശം വെക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്നും തിഥേ എന്ന പേരിൽ നികുതി പിരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നത് ഒന്നാം എസ്റ്റേറ്റുകാർക്കാണ്. ഇമ്പോർട്ടന്റ് ആണ്. കർഷകരിൽ നിന്നും തിഥേ എന്ന പേരില് നികുതി പിരിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആർക്ക്? ഒന്നാം എസ്റ്റേറ്റിലുള്ളവർക്ക്. എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരായിരുന്നു ഒന്നാം എസ്റ്റേറ്റിലുള്ളവർ. എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരായിരുന്നു ഒന്നാം എസ്റ്റേറ്റിലുള്ളവർ. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നത് ഒന്നാം എസ്റ്റേറ്റുകാരായിരുന്നു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളണേ. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ എല്ലാം വഹിച്ചിരുന്ന അല്ലെങ്കിൽ നിയന്ത്രിച്ചിരുന്ന ആരായിരുന്നു? ഒന്നാം എസ്റ്റേറ്റുകാരായിരുന്നു. ഒന്നുകൂടി പറഞ്ഞു തരാം സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എസ്റ്റേറ്റുകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രഞ്ച് സമൂഹത്തെ പ്രധാനമായിട്ട് 3 എസ്റ്റേറ്റുകളായിട്ടെന്ന് തരംതിരിച്ചിരുന്നു. ഇതിൽ ഒന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് ആരെന്ന് ചോദിച്ചാൽ പുരോഹിതന്മാരായിരുന്നു. ഒന്നാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചാൽ, ഒന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ധാരാളം ഭൂപ്രദേശം അഥവാ ഭൂമികള് കൈവശം വയ്ക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. കർഷകരിൽ നിന്നും തിഥേ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നികുതി പിരിക്കുവാനുള്ള അവകാശം ഒന്നാം എസ്റ്റേറ്റുകാർക്കായിരുന്നു. എല്ലാത്തരം നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന എസ്റ്റേറ്റ് വർഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്ന പുരോഹിതന്മാരായിരുന്നു. ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ എല്ലാം നിയന്ത്രിച്ചിരുന്നത് ആരായിരുന്നു? ഈ പറഞ്ഞിരിക്കുന്ന ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാരായിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളത് രണ്ടാം എസ്റ്റേറ്റിനെ പറ്റിയാണ്. നമുക്ക് നോക്കാം. രണ്ടാം എസ്റ്റേറ്റ്. രണ്ടാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. അപ്പോ ഒന്നാം എസ്റ്റേറ്റിൽ ആരായിരുന്നു? പുരോഹിതന്മാരായിരുന്നു. രണ്ടാം എസ്റ്റേറ്റിലേക്ക് വന്നപ്പോൾ അവിടെ ആരായിരുന്നു? പ്രഭുക്കന്മാരായിരുന്നു അതിലുണ്ടായിരുന്നത്. രണ്ടാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ സൈനിക സേവനം നിർബന്ധമായിരുന്നു. രണ്ടാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർക്ക് സൈനിക സേവനം നിർബന്ധമായിരുന്നു. കർഷകരിൽ നിന്നും മറ്റു പലതരം നികുതികൾ പിടിച്ചെടുക്കുവാനുള്ള അവകാശം രണ്ടാം എസ്റ്റേറ്റുകാർക്കായിരുന്നു. അപ്പൊ തിഥേ എന്ന് പറയുന്ന നികുതി ഒഴിച്ചിട്ട് ബാക്കിയുള്ള പലതരത്തിലുള്ള നികുതിയും കർഷകരിൽ നിന്നും പിരിച്ചെടുക്കുവാനുള്ള അവകാശം രണ്ടാം എസ്റ്റേറ്റുകാർക്കുണ്ടായിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുവാനുള്ള അവകാശം ഇവർക്കുണ്ടായിരുന്നു. രണ്ടാം എസ്റ്റേറ്റുകാർക്ക് വേതനം നൽകാതെ തന്നെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാര്. ആഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാര് അഥവാ പ്രഭുക്കന്മാര്. നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന വിഭാഗമായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാര്. നികുതികളിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെട്ടിരുന്ന വിഭാഗമായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാരും. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാര്. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിട്ടുള്ളവരായിരുന്നു ഈ രണ്ടാം എസ്റ്റേറ്റുകാർ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, എന്താണ് രണ്ടാം എസ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാം എസ്റ്റേറ്റിനുള്ളിൽ പ്രധാനമായിട്ടും ഉൾപ്പെട്ടിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. രണ്ടാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവർ നിർബന്ധമായിട്ടും സൈനിക സേവനം നടത്തണമായിരുന്നു. കർഷകരിൽ നിന്നും തെഥേ എന്ന് പറയുന്ന നികുതി ഒഴിച്ച് വേറെ പലതരത്തിലുള്ള നികുതിയും പിരിച്ചെടുക്കുവാനുള്ള അവകാശം ആർക്കുണ്ടായിരുന്നു? ഈ രണ്ടാം എസ്റ്റേറ്റുകാർക്കുണ്ടായിരുന്നു. വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിക്കുവാനുള്ള അവകാശം രണ്ടാം എസ്റ്റേറ്റുകാർക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്കുണ്ടായിരുന്നു. ആഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാര്. ആഡംബര ജീവിതം നയിച്ചിരുന്നവരായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാര്. നികുതികളിൽ നിന്നെല്ലാം ഒഴിവാക്കിപ്പെട്ടിരുന്ന വിഭാഗം എന്ന് ചോദിച്ചാൽ അത് ഒന്നാം എസ്റ്റേറ്റുകാരും രണ്ടാം എസ്റ്റേറ്റുകാരുമായിരുന്നു. നികുതികളിൽ നിന്നെല്ലാം ഒഴിവാക്കപ്പെട്ടിരുന്ന വിഭാഗമായിരുന്നു രണ്ടാം എസ്റ്റേറ്റുകാരും അതുപോലെ തന്നെ ഒന്നാം എസ്റ്റേറ്റുകാരും. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചവരായിരുന്നു ഇവർ. വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരായിരുന്നു ഒന്നാം എസ്റ്റേറ്റുകാര്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളതാണ് മൂന്നാം എസ്റ്റേറ്റ്. എന്താ സുഹൃത്തുക്കളെ നോക്കാനുള്ളത്? മൂന്നാം എസ്റ്റേറ്റ്. കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന സാധാരണ ജനങ്ങളായിരുന്നു മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. കോമൺസ് എന്നറിയപ്പെടുന്ന സാധാരണ ജനങ്ങളായിരുന്നു മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, പഠിച്ചോളണേ. കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന സാധാരണ ജനങ്ങളായിരുന്നു മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത്. കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവ അടങ്ങുന്ന മധ്യവർഗവും കർഷകരും കൈത്തറി തൊഴിലാളികളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഒന്നുകൂടി പറയാം. കച്ചവടക്കാര്, എഴുത്തുകാര്, അഭിഭാഷകര്, ഉദ്യോഗസ്ഥര്, അധ്യാപകന്മാര്, ബാങ്കർമാർ എന്നിവർ അടങ്ങുന്ന മധ്യവർഗവും
അതിനോടൊപ്പം തന്നെ കർഷകരും കൈത്തറി തൊഴിലാളികളും ഇതിന്റെ ഭാഗമായിരുന്നു. ഏതിന്റെ? മൂന്നാം എസ്റ്റേറ്റിന്റെ ഭാഗമായിരുന്നു. മൂന്നാം എസ്റ്റേറ്റിന്റെ പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരണത്തിൽ യാതൊരു അവകാശവും ഇല്ലാത്ത എസ്റ്റേറ്റ് ആയിരുന്നു മൂന്നാം എസ്റ്റേറ്റ്. ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഫ്രഞ്ച് ഭരണത്തിൽ യാതൊരു അവകാശവും ഇല്ലാത്ത എസ്റ്റേറ്റ് ഏതായിരുന്നു ചോദിച്ചാൽ അത് മൂന്നാം എസ്റ്റേറ്റ് ആയിരുന്നു. തൈലെ എന്ന പേരിൽ ഭൂനികുതി സർക്കാരിന് നൽകണമായിരുന്നു മൂന്നാം എസ്റ്റേറ്റുകാര്. തൈലെ എന്ന പേരില് ഭൂനികുതി സർക്കാരിന് നൽകണമായിരുന്നു മൂന്നാം എസ്റ്റേറ്റുകാര്. താഴ്ന്ന സാമൂഹിക പദവി മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. താഴ്ന്ന സാമൂഹിക പദവി മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും മൂന്നാം എസ്റ്റേറ്റുകാർ നികുതി നൽകണമായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും മൂന്നാം എസ്റ്റേറ്റുകാർ അല്ലെങ്കിൽ കോമൺസ് നികുതി നൽകണമായിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മൂന്നാം എസ്റ്റേറ്റുകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് സാധാരണഗതിയിൽ അറിയപ്പെടുന്ന പേര് കോമൺസ് എന്നായിരുന്നു. അതായത് മൂന്നാം എസ്റ്റേറ്റിലുള്ളതെല്ലാം സാധാരണ ജനങ്ങളായിരുന്നു എന്നർത്ഥം. കച്ചവടക്കാരും എഴുത്തുകാരും അഭിഭാഷകരും ഉദ്യോഗസ്ഥരും അധ്യാപകരും ബാങ്കർമാർ എന്നിവർ അടങ്ങുന്ന മധ്യവർഗവും അതിനോടൊപ്പം തന്നെ കർഷകരും കൈത്തറി തൊഴിലാളികളും ഉണ്ടായിരുന്നു മൂന്നാം എസ്റ്റേറ്റില്. മൂന്നാം എസ്റ്റേറ്റിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഭരണത്തിൽ യാതൊരു അവകാശവും ഇല്ലാത്ത എസ്റ്റേറ്റ് ആയിരുന്നു മൂന്നാം എസ്റ്റേറ്റ്. തൈലെ എന്നറിയപ്പെടുന്ന ഭൂനികുതി സർക്കാരിന് നൽകണമായിരുന്നു മൂന്നാം എസ്റ്റേറ്റുകാര്. താഴ്ന്ന സാമൂഹ്യ പദവി മാത്രമായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും മൂന്നാം എസ്റ്റേറ്റുകാരും നികുതി നൽകണമായിരുന്നു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവവും ചിന്തകന്മാരും. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിക്കുന്ന മേഖലയാണ് ഫ്രഞ്ച് വിപ്ലവവും ചിന്തകന്മാരും. ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് കൂടുതൽ പങ്കുവഹിച്ചവരാണ് അക്കാലത്തുണ്ടായിരുന്ന ഫ്രാൻസിലെ ചിന്തകന്മാര്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിച്ചവരാണ് അക്കാലത്ത് ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ചിന്തകന്മാര്. അവരാരൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 ചിന്തകന്മാരെ നമ്മൾ പഠിക്കണം. കാരണം ഇവരെ PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിക്കുന്നതാണ്. നമുക്ക് നോക്കാം ആ 3 ചിന്തകന്മാരെ. ആദ്യമായി പഠിക്കേണ്ടതാണ് വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തിനെതിരെ പരിഹസിച്ചിരുന്ന ചിന്തകനായിരുന്നു വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചിരുന്ന ചിന്തകനായിരുന്നു വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. കഴിഞ്ഞ ദിവസത്തെ LDCയുടെ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചോളണേ, ഇമ്പോർട്ടന്റ് ആണ്. വോൾട്ടയറിന്റെ പ്രത്യേകത എന്തായിരുന്നു? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചിരുന്ന ചിന്തകനായിരുന്നു വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട ചിന്തകനാണ് റൂസോ. റൂസോ എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഫ്രഞ്ച് ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത ചിന്തകനാരെന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. ഇങ്ങനെ തന്നെ പഠിച്ചോളണേ. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഫ്രഞ്ച് ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത ചിന്തകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരികളെന്ന് പ്രസ്താവിച്ച ചിന്തകനാരെന്ന് ചോദിച്ചാൽ അതും റൂസോയാണ് കേട്ടോ. അപ്പൊ റൂസോയെ കുറിച്ചുള്ള 2 പ്രധാനപ്പെട്ട പോയിന്റ് എന്താ സുഹൃത്തുക്കളെ? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഫ്രഞ്ച് ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത ചിന്തകനാര് എന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പ്രസ്താവിച്ച ചിന്തകനാരാണ്? റൂസോയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിക്കുക. അടുത്തതാണ് മൊണ്ടസ്ക്യൂ എന്ന് പറയുന്ന ചിന്തകൻ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ചിന്തകനായിരുന്നു മൊണ്ടസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ചിന്തകൻ ആരായിരുന്നു ചോദിച്ചാൽ അത് മൊണ്ടസ്ക്യൂ ആയിരുന്നു. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫ്രഞ്ച് വിപ്ലവവും ചിന്തകന്മാരുമാണ് നമ്മൾ നോക്കിയത്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന അസമത്വങ്ങളെയും ചൂഷണങ്ങളെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിച്ചവരായിരുന്നു ഫ്രഞ്ചിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഫ്രാൻസിലുണ്ടായിരുന്ന അക്കാലത്തെ ചിന്തകന്മാര്. അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 ചിന്തകന്മാരെയാണ് PSC പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വ്യക്തിത്വമാണ് വോൾട്ടയർ. പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചിരുന്ന ചിന്തകനായിരുന്നു വോൾട്ടയർ. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവയെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. രണ്ടാമത്തെ വ്യക്തിത്വമാരാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ചിന്തകനാരാണ്? റൂസോയാണ്. സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഫ്രഞ്ച് ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുത്ത ചിന്തകനാര് എന്ന് ചോദിച്ചാൽ അത് റൂസോയാണ്. ജനങ്ങളാണ് പരമാധികാരികൾ എന്ന് പ്രസ്താവിച്ച ചിന്തകൻ
റൂസോയാണ്. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് മൊണ്ടസ്ക്യൂ ആണ്. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ചിന്തകനായിരുന്നു മൊണ്ടസ്ക്യൂ. പഠിക്കുക. മൂന്നാം എസ്റ്റേറ്റിന്റെ മുന്നേറ്റവും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കവുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മൂന്നാം എസ്റ്റേറ്റിന്റെ മുന്നേറ്റവും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കവും. എന്തൊക്കെയോ കാരണങ്ങൾ മൂന്നാം എസ്റ്റേറ്റുകാരെ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത് കേട്ടോ. അതെന്താണെന്ന് നമുക്ക് ഇവിടെ വെച്ചങ്ങ് പഠിക്കാം. നമുക്ക് നോക്കാം എന്താണ് ആ കാരണങ്ങളെന്ന്. ഫ്രാൻസിലെ ബുർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതവും ധൂർത്തും യുദ്ധങ്ങൾ എന്നിവ മൂലമുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ. ഒന്നാമത്തെ കാരണം എന്താണ്? ഫ്രാൻസിലെ ബുർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതവും ധൂർത്തും യുദ്ധങ്ങൾ തുടങ്ങിയവ മൂലമുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ. തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി. തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി എന്ത് ചെയ്തു? അതീവ ഗുരുതരമാക്കി. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചു. ഇത് സാമ്പത്തിക പ്രതിസന്ധി ഫ്രാൻസിൽ രൂക്ഷമാകുന്നതിന് കാരണമാവുകയും ചെയ്തു. ഈ 3 പോയിന്റും വ്യക്തമായിട്ട് പഠിച്ചോളേ സുഹൃത്തുക്കളെ, ഇമ്പോർട്ടന്റ് ആണ്. ഒന്നുകൂടി ഈ 3 പോയിന്റ് പറഞ്ഞു തരാം. ഫ്രാൻസിലെ ബുർബൻ രാജാക്കന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതവും ധൂർത്തും യുദ്ധങ്ങൾ എന്നിവ മൂലമുണ്ടായ സാമ്പത്തിക ബാധ്യതകൾ ഫ്രാൻസിലെ മൂന്നാം എസ്റ്റേറ്റിന്റെ മുന്നേറ്റം അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരങ്ങളിൽ കോളനികളിലെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചു. ഇത് സാമ്പത്തികമായ പ്രതിസന്ധി ഫ്രാൻസിൽ രൂക്ഷമാകുന്നതിന് കാരണമാവുകയും ചെയ്തു. പഠിക്കുക. 1789 ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. എന്നാൽ ചക്രവർത്തി ലൂയി 16 സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തത് 1789 കേട്ടോ. അതായത് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നതിന് ഒരു പ്രധാന കാരണമാണ് ഈ പറയുന്നത് കേട്ടോ. 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ ഈ സ്റ്റേറ്റ് ജനറലിന് 3 എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വെച്ച് വേണ്ടാന്ന് രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകൾ വാദിച്ചു. അതായത് ഫ്രഞ്ച് സമൂഹത്തെ പോലെ തന്നെ ഈ സ്റ്റേറ്റ് ജനറലിനെ 3ആയിട്ട് എന്ത് ചെയ്തിരുന്നു? അവിടുത്തെ രാജാക്കന്മാർ തരംതിരിച്ചിരുന്നു. അവരും ഇങ്ങനെ എന്താണ് 1-ാം സ്റ്റേറ്റ്, 2-ാം സ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ് എന്നിങ്ങനെ 3ആയിട്ടായിരുന്നു തരംതിരിച്ചിരുന്നത്. ഇതില് എങ്ങനെയാണ് വോട്ടെടുപ്പ് ചെയ്യേണ്ടത് എന്നൊരു ചർച്ച വന്നപ്പോ ഈ രാജാവിനെ അനുകൂലിക്കുന്നവരെല്ലാം കൂടി പറഞ്ഞു, അല്ലെങ്കിൽ എസ്റ്റേറ്റുകാരായിട്ടുള്ള 1-ാം എസ്റ്റേറ്റുകാരും 2-ാം എസ്റ്റേറ്റുകാരും കൂടി പറഞ്ഞു, ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വെച്ച് മതി, അല്ലാതെ ഓരോ എസ്റ്റേറ്റിലെ അംഗങ്ങൾക്ക് ഓരോ വോട്ട് വെച്ച് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് ഇമ്പോർട്ടന്റ്. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് വെച്ച് മതി, അല്ലാതെ ഓരോ എസ്റ്റേറ്റിലെ അംഗങ്ങൾക്കും ഓരോ വോട്ട് വെച്ച് വേണ്ട എന്ന് രാജാവിനോടൊപ്പം അനുകൂലിച്ചു. ആരാണ്? 1-ാം എസ്റ്റേറ്റുകാരും 2-ാം എസ്റ്റേറ്റുകാരും. എന്നാൽ 3 എസ്റ്റേറ്റുകളുടെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെടുന്ന 3-ാമത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം. അതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും അതിനെ ശക്തമായിട്ട് 1-ാം എസ്റ്റേറ്റുകാരും 2-ാം എസ്റ്റേറ്റുകാരും എന്തുകൊണ്ട് എതിർത്തത് എന്നും നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമുക്ക് അവിടെ വ്യക്തമായിട്ട് പഠിക്കാം. ഇപ്പൊ ഇത് സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക. ഇത് അംഗീകരിക്കപ്പെട്ടോ? ഇല്ല. ഒന്നുകൂടി പറഞ്ഞുതരാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. 1789 ചക്രവർത്തി ലൂയി 16 ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു. ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ് ജനറലിനെ 3 എസ്റ്റേറ്റുകളായി തരംതിരിച്ചിരുന്നു. അതായത് 1-ാം എസ്റ്റേറ്റ്, 2-ാം എസ്റ്റേറ്റ്, 3-ാം എസ്റ്റേറ്റ് എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വെച്ച് വേണ്ട എന്നും രാജാവിനെ അനുകൂലിച്ചിരുന്ന ആദ്യത്തെ 2 എസ്റ്റേറ്റുകാരും വാദിച്ചു. എന്നാൽ 3 എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ടിരുന്ന 3-ാമത്തെ എസ്റ്റേറ്റിന്റെ ആവശ്യം. ഈ ആവശ്യം അവർ അംഗീകരിച്ചോ? ഇല്ല, അവർ അംഗീകരിച്ചില്ല കേട്ടോ. അതിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് 3-ാം എസ്റ്റേറ്റിന്റെ അഭിപ്രായം അംഗീകരിക്കാത്തതിന്റെ ഫലമായി ഉണ്ടായതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. നമുക്ക് നോക്കാം എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, അതുകൊണ്ട് പഠിക്കുക. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ.
ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ മാസം 20. പഠിച്ചോണേ. ഇപ്പോ PSC കൃത്യമായ ഡേറ്റ് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇയർ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ മാസം 20. ഒന്നുകൂടി എടുത്ത് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്ന വർഷം 1789 ജൂൺ മാസം 20 ചക്രവർത്തി ലൂയി 16 വിളിച്ചു ചേർത്ത ജനപ്രതിനിധി സഭയിൽ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. ഒന്നുകൂടി പറയാം. ചക്രവർത്തിയായിട്ടുള്ള ലൂയി 16 വിളിച്ചു ചേർത്ത ജനപ്രതിനിധി സഭയിൽ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതിനെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളണേ. അപ്പോ ചക്രവർത്തി ലൂയി 16 വിളിച്ചു ചേർത്ത ജനപ്രതിനിധി സഭയിൽ വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ 3-ാമത്തെ എസ്റ്റേറ്റുകാർ അവിടെ നിന്നും പിൻവാങ്ങുകയും അവിടുത്തെ അംഗങ്ങളെല്ലാം തങ്ങളാണ് ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഠിക്കുക. ഇനി എന്തുകൊണ്ടാണ് 1-ാം എസ്റ്റേറ്റുകാരും 2-ാം എസ്റ്റേറ്റുകാരും ഈ പറഞ്ഞിരിക്കുന്ന 3-ാം എസ്റ്റേറ്റുകാർ എതിർത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുള്ള കാരണത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറലിലെ എസ്റ്റേറ്റിലെ അംഗങ്ങളുടെ എണ്ണമായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതെന്താണ് നമുക്കൊന്ന് നോക്കാം. 1-ാം എസ്റ്റേറ്റിൽ നിന്നും 285 അംഗങ്ങളായിരുന്നു ജനപ്രതിനിധി സഭയെ ഉണ്ടായിരുന്നത്. 1-ാം എസ്റ്റേറ്റിൽ നിന്നും 285 അംഗങ്ങളായിരുന്നു ജനപ്രതിനിധി സഭയിൽ ഉണ്ടായിരുന്നത്. 2-ാം എസ്റ്റേറ്റിൽ നിന്നും 308 അംഗങ്ങളായിരുന്നു ജനപ്രതിനിധി സഭയിൽ ഉണ്ടായിരുന്നത്. 2-ാം എസ്റ്റേറ്റിൽ നിന്നും 308 അംഗങ്ങളായിരുന്നു ജനപ്രതിനിധി സഭയിൽ ഉണ്ടായിരുന്നത്. 3-ാം എസ്റ്റേറ്റിൽ നിന്നും 621 അംഗങ്ങൾ ഉണ്ടായിരുന്നു ജനപ്രതിനിധി സഭയിലെ. 3-ാം എസ്റ്റേറ്റിൽ നിന്നും 621 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് ഈ ജനപ്രതിനിധി സഭയിലേക്ക്. അതിന്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാല് ഈ 1-ാം എസ്റ്റേറ്റും അതുപോലെ തന്നെ 2-ാം എസ്റ്റേറ്റും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ പോലും കൂടുതൽ ആരായിരിക്കും? 3-ാം എസ്റ്റേറ്റുകാരായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഓരോ എസ്റ്റേറ്റിലെയും ഓരോ വ്യക്തികൾക്ക് വോട്ട് കൊടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും 3-ാം എസ്റ്റേറ്റുകാർ വിജയിക്കുകയും അവർ പറഞ്ഞതിനെ അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരു ഭരണഘടന വേണമെന്ന് പറയുകയും അത് രാജാവ് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വന്നനെ. ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? 1-ാം എസ്റ്റേറ്റുകാരും 2-ാം എസ്റ്റേറ്റുകാരും ചേർന്നുകൊണ്ട് അതിനോടൊപ്പം തന്നെ രാജാവിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് മതിയെന്ന്. അതായത് 1-ാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, 2-ാം എസ്റ്റേറ്റിന് ഒരു വോട്ട്, 3-ാം എസ്റ്റേറ്റിന് ഒരു വോട്ട്. സ്വാഭാവികമായിട്ടും 1-ാം എസ്റ്റേറ്റും 2-ാം എസ്റ്റേറ്റും ഒന്നിച്ചു നിന്ന് രാജാവിന് വോട്ട് ചെയ്യും. 3-ാമത്തെ എസ്റ്റേറ്റുകാരുടെ ഒരു വോട്ട് എന്ത് ചെയ്യും? അസാധുവായി പോവും, അതല്ലെങ്കിൽ അതിന് വിലയില്ലാതായി പോവും. ഇതിനെതിരെയാണ് എന്ത് ചെയ്തത്? സത്യത്തില് പ്രധാനമായിട്ടും ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതെന്നാണ് നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായാണ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് കടക്കുവാൻ പോവുകയാണ്. അതിന്റെ തുടക്കം എന്നുള്ള രീതിയിലായിരുന്നു ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച. ഇപ്പോ PSC അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് PSC ചോദിച്ചത്. ഉത്തരം എന്താണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ബാസ്റ്റിൽ ജയിൽ തകർച്ച. നമുക്ക് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. ബാസ്റ്റിൽ ജയിൽ തകർച്ച 1789 ജൂലൈ മാസം 14 ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. 1789 ജൂലൈ മാസം 14 ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നത്. ഫ്രാൻസിലെ രാജാക്കന്മാർ ജയിലായി ഉപയോഗിച്ചിരുന്ന കോട്ടയായിരുന്നു ബാസ്റ്റിൽ കോട്ട. പഠിക്കുക. ഫ്രാൻസിലെ രാജാക്കന്മാര് ജയിലായി ഉപയോഗിച്ചിരുന്ന കോട്ടയായിരുന്നു ബാസ്റ്റിൽ കോട്ട. ബാസ്റ്റിൽ കോട്ടയിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്നുകൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ബാസ്റ്റിൽ ജയിൽ തകർത്തത് എന്ന് കരുതപ്പെടുന്നു. ബാസ്റ്റിൽ കോട്ടയിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്നുകൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ബാസ്റ്റിൽ ജയിൽ തകർത്തത് എന്ന് കരുതപ്പെടുന്നു. ആരാണ്? വിപ്ലവകാരികൾ തകർത്തത് എന്ന് കരുതപ്പെടുന്നു. വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിൽ തകർക്കുകയും ജയിൽ കമാൻഡറിനെ വധിക്കുകയും 7 തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. വിപ്ലവകാരികള് ബാസ്റ്റിൽ ജയിൽ തകർക്കുകയും
ജയിൽ കമാൻഡറിനെ വധിക്കുകയും 7 തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു വിപ്ലവകാരികൾ ഇത് നിർവഹിച്ചത്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു വിപ്ലവകാരികൾ ഇത് നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ബാസ്റ്റിൽ ജയിൽ തകർച്ചയെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഇതെല്ലാം പറഞ്ഞത്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയാണ് നമ്മൾ പറഞ്ഞത്. 1789 ജൂലൈ 14 ബാസ്റ്റിൽ ജയിൽ തകർത്തത്. ഫ്രാൻസിലെ രാജാക്കന്മാരുടെ ജയിലായി ഉപയോഗിച്ചിരുന്ന കോട്ടയായിരുന്നു ബാസ്റ്റിൽ കോട്ട. ബാസ്റ്റിൽ കോട്ടയിൽ സൂക്ഷിച്ചിരുന്ന വെടിമരുന്നുകൾ കൈക്കലാക്കുന്നതിന് വേണ്ടിയായിരുന്നു ബാസ്റ്റിൽ ജയിൽ തകർത്തത് എന്ന് കരുതപ്പെടുന്നു. വിപ്ലവകാരികൾ ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നതും ജയിൽ കമാൻഡറെ വധിക്കുകയും ചെയ്തു. അതിനോടൊപ്പം തന്നെ 7 തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. ആര്? ഈ ഫ്രഞ്ച് വിപ്ലവക്കാര്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടായിരുന്നു വിപ്ലവകാരികള് ഇത് നിർവഹിച്ചത്. അതുകൊണ്ട് തന്നെ ബാസ്റ്റിൽ ജയിൽ തകർച്ചയെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുകയും ചെയ്യുന്നു. പഠിക്കുക. അടുത്തതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1789 ഓഗസ്റ്റ് മാസം 12 ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1789 ഓഗസ്റ്റ് 12 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ചിന്തകൻ എന്നറിയപ്പെടുന്നത് ജീൻ ജാക്ക് റൂസോയാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ചിന്തകൻ എന്നറിയപ്പെടുന്നത് ജീൻ ജാക്ക് റൂസോയാണ്. റൂസോയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ജനാധിപത്യ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചാർട്ടർ നിലവിൽ വന്നത് 1789 ഓഗസ്റ്റ് മാസം 26 റൂസോയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ജനാധിപത്യ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചാർട്ടർ നിലവിൽ വന്നത് 1789 ഓഗസ്റ്റ് മാസം 26 ആയിരുന്നു. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രാൻസിന്റെ ഭരണഘടന അംഗീകരിച്ച വർഷം 1791 സെപ്റ്റംബർ മാസം 3 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രാൻസിന്റെ ഭരണഘടന അംഗീകരിച്ച വർഷം ചോദിച്ചാൽ അത് 1791 സെപ്റ്റംബർ 3 ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1789 ഓഗസ്റ്റ് മാസം 12 ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ചിന്തകൻ എന്നറിയപ്പെടുന്നത് ജീൻ ജാക്ക് റൂസോയാണ്. റൂസോയുടെ ആശയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ജനാധിപത്യ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചാർട്ടർ നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് 1789 ഓഗസ്റ്റ് മാസം 26 ആയിരുന്നു. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം ഫ്രാൻസിന്റെ ഭരണഘടന അംഗീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1791 സെപ്റ്റംബർ മാസം 3 പഠിക്കുക. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപന പ്രകാരം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപന പ്രകാരം എന്തൊക്കെയാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അതിനുള്ളിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പുതിയൊരു ഫ്രഞ്ച് സമൂഹം രൂപീകരിക്കപ്പെട്ടു. ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം മൂലം പുതിയൊരു ഫ്രഞ്ച് സമൂഹം രൂപീകരിക്കപ്പെട്ടു. രാജാവിന്റെ അധികാരങ്ങൾ പരിമിതപ്പെടുത്തി. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യർക്ക് തുല്യ അവകാശങ്ങളുടെ സ്വതന്ത്രനായി ജീവിക്കണം എന്നും എന്ത് ചെയ്തിരിക്കുന്നു? കൃത്യമായി പറഞ്ഞിരിക്കുന്നു. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യര് തുല്യമായ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കണമെന്നും എന്തിനായിട്ട് പറഞ്ഞിരിക്കുന്നു? നമ്മുടെ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകളെ ചെറുക്കുക എന്നിവയ്ക്കുള്ള അവകാശമായിരിക്കണമെന്നും ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെയും ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകൾ ചെറുക്കുക എന്നിവയ്ക്കുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിലുള്ളത് എന്നും ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തില് പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു.
മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിനുള്ളത് എന്നും ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നു. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കുവാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ എന്നും ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നു. സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കുവാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ എന്നും ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ലൂയി 16 വിചാരണയിൽ നിന്നും ഒഴിവാക്കാനും മനുഷ്യാവകാശ പ്രഖ്യാപനം വഴി സാധിച്ചു. ലൂയി 16 പരസ്യ വിചാരണയിൽ നിന്നും ഒഴിവാക്കാനും മനുഷ്യാവകാശ പ്രഖ്യാപനം വഴി സാധിച്ചു. പഠിക്കുക. അടുത്തതായി പഠിക്കേണ്ടതാണ് വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ച്. വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള വനിതകളുടെ മാർച്ച് അല്ലെങ്കിൽ സ്ത്രീകളുടെ മാർച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ച് നടന്ന വർഷം 1789 ഒക്ടോബർ മാസം 5-ാം തീയതി. വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ച് നടന്ന വർഷം 1789 ഒക്ടോബർ മാസം 5-ാം തീയതി ആയിരുന്നു. ഒക്ടോബർ മാർച്ച് എന്നും ഒക്ടോബർ ഡേയ്സ് എന്നും മാർച്ച് ഓൺ വെയിൽസ് എന്നും അറിയപ്പെട്ടിരുന്നത് എന്ന് ചോദിച്ചാൽ ഈ വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ച് ആയിരുന്നു കേട്ടോ. വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ച് അറിയപ്പെട്ടിരുന്ന മറ്റു പേരുകളായിരുന്നു ഒക്ടോബർ മാർച്ച് എന്നും ഒക്ടോബർ ഡേയ്സ് എന്നും മാർച്ച് ഓൺ വെയിൽസ് എന്നും അറിയപ്പെട്ടിരുന്നു. പാരീസിലെ മാർക്കറ്റുകളിൽ ഭക്ഷണത്തിനുണ്ടായ പെട്ടെന്നുള്ള വിലക്കയറ്റം സ്ത്രീകളെ സംഘടിപ്പിക്കുകയും അവർ കൂട്ടത്തോടെ ട്രംസ് മുഴക്കിക്കൊണ്ട് പാരീസിൽ നിന്നും വേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. എന്താ സംഭവിച്ചതെന്ന്? പാരീസിലെ മാർക്കറ്റുകളിൽ ഭക്ഷണത്തിനുണ്ടായ അല്ലെങ്കിൽ റൊട്ടികൾക്കുണ്ടായ പെട്ടെന്നുള്ള വിലക്കയറ്റം സ്ത്രീകളെ സംഘടിപ്പിക്കുകയും അവർ കൂട്ടത്തോടെ ട്രംസുകൾ മുഴക്കിക്കൊണ്ട് പാരീസിൽ നിന്നും വേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. കലാപകാരികൾ കൂടി മാർച്ചിനൊപ്പം ചേർന്നതോടെ 10,000 അടങ്ങുന്ന വലിയൊരു മാർച്ചായി ഇത് തീരുകയും ചെയ്തു. കലാപകാരികൾ കൂടി മാർച്ചിനൊപ്പം ചേർന്നതോടുകൂടി 10,000 അടങ്ങുന്ന വലിയൊരു മാർച്ചായി ഇത് തീരുകയും ചെയ്തു. അവർ രാജകൊട്ടാരത്തിന്റെ ഭാഗമായുള്ള ആയുധപ്പുരകൾ കൊള്ളയടിക്കുകയും കെട്ടിടങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അവർ രാജകൊട്ടാരത്തിന്റെ ഭാഗമുള്ള ആയുധപ്പുരകൾ കൊള്ളയടിക്കുകയും കെട്ടിടങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ ഈ മാർച്ചിന്റെ നേതാവായി അറിയപ്പെടുന്നത് സ്റ്റാനിസ്ലാസ് മാരി മെയിൻലാൻഡ് ആണ്. പഠിച്ചോളനെ, സ്റ്റാനിസ്ലാസ് മാരി മെയിൻലാൻഡ് ആണ് സ്ത്രീകളുടെ മാർച്ചിന്റെ നേതാവായി അറിയപ്പെടുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ ഒക്ടോബർ മാർച്ചിന്റെ അല്ലെങ്കിൽ ഈ വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ചിലെ സമുന്നത നേതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാനിസ്ലാസ് മാരി മെയിൻലാൻഡ് ആയിരുന്നു. 1792 സെപ്റ്റംബർ 3 പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1792 സെപ്റ്റംബർ 3 പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ചാണ് നമ്മൾ പറഞ്ഞത്. വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ച് നടന്ന വർഷം 1789 ഒക്ടോബർ 5-നാണ്. ഒക്ടോബർ മാർച്ച് എന്നും ഒക്ടോബർ ഡേയ്സ് എന്നും മാർച്ച് ഓൺ വെയിൽസ് എന്ന പേരിലും അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഈ വേഴ്സായ് കൊട്ടാരത്തിലേക്കുള്ള സ്ത്രീകളുടെ മാർച്ചാണ്. പാരീസിലെ മാർക്കറ്റുകളിൽ ഭക്ഷണത്തിനായി ഉണ്ടായ പെട്ടെന്നുള്ള വിലക്കയറ്റം അല്ലെങ്കിൽ റൊട്ടിക്കുണ്ടായ പെട്ടെന്നുള്ള വിലക്കയറ്റം സ്ത്രീകളെ സംഘടിപ്പിക്കുകയും അവർ കൂട്ടത്തോടെ ട്രംസുകൾ മുഴക്കിക്കൊണ്ട് പാരീസിൽ നിന്നും വേഴ്സായ് കൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തു. കലാപകാരികൾ കൂടി മാർച്ചിന് ഒപ്പം ചേർന്നതോടെ 10,000 അടങ്ങുന്ന വലിയൊരു മാർച്ചായി ഇത് തീരുകയും ചെയ്തു. അവർ രാജകൊട്ടാരത്തിന്റെ ഭാഗമായുള്ള ആയുധപ്പുരകൾ കൊള്ളയടിക്കുകയും കെട്ടിടങ്ങൾ തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ മാർച്ചിന്റെ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സ്റ്റാനിസ്ലാസ് മാരി മെയിൻലാൻഡ് ആയിരുന്നു. 1792 സെപ്റ്റംബർ 3 പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് ഭീകരവാഴ്ച. അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ടും എന്തുണ്ടായിരുന്നു? നമ്മുടെ ഫ്രാൻസില് ഒരുപാട് നാൾ ഭീകരവാഴ്ച നിലനിന്നു കേട്ടോ. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭീകരവാഴ്ച 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബർട്ട് സ്പിയറിയുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടു. 1793 ജൂലൈയില് ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് റോബർട്ട് സ്പിയറിയുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റിയെ രൂപീകരിച്ചു. മിറാബോ
ടണ്ടർ തുടങ്ങിയവരായിരുന്നു ഇതിലെ അംഗങ്ങൾ. മിറാബോയും ടണ്ടർ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന ഉപകരണം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളെ. ഇത് ഗില്ലറ്റിൻ PSC പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ചതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിലെ ശത്രുക്കളെ വധിക്കാൻ ഉപയോഗിച്ചിരുന്ന ഉപകരണം ഏതാണെന്നാണ് PSC ചോദിക്കുന്നത്. ഉത്തരം ഗില്ലറ്റിൻ ആണ്. അപ്പോൾ ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് നിഷ്കരണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരെയും പുരോഹിതന്മാരെയും ഇതിന് ഇരയാവുകയും ചെയ്തു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയാവുകയും ചെയ്തു. ഒന്നുകൂടി പറയാം, നമ്മുടെ ഫ്രാൻസിന്റെ ഭീകരവാഴ്ച നിന്നിരുന്ന കാലഘട്ടമാണ് പറയുന്നത്. 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബർട്ട് സ്പിയറിയുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റിയെ രൂപീകരിച്ചു. മിറാബോയും ടണ്ടൻ തുടങ്ങിയവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ശത്രുക്കളെന്ന് തോന്നിയ എല്ലാവരെയും ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിനിരയാവുകയും ചെയ്തു. അതിൽ പലരും നിരപരാധികളായിരുന്നു കേട്ടോ. അവരെ എല്ലാവരെയും എന്ത് ചെയ്തു? കൂട്ടത്തോടെ ഇവർ വധിക്കുകയും ചെയ്തു. 1793 ജനുവരി 21 ലൂയി 16 രാജാവിനെ രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും 9 മാസങ്ങൾക്ക് ശേഷം ഭാര്യയായ മേരി അന്റോയിനേറ്റിനെ വധിക്കുകയും ചെയ്തു. 1793 ജനുവരി 21 ലൂയി 16 രാജാവിനെ രാജ്യദ്രോഹ കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഗില്ലറ്റിനിലൂടെ തന്നെയാണ് അദ്ദേഹത്തെ കൊന്നത് കേട്ടോ. അതിനോടൊപ്പം തന്നെ 9 മാസങ്ങൾക്ക് ശേഷം ഭാര്യ മേരി അന്റോയിനറ്റിനെയും എന്ത് ചെയ്തു? ഗില്ലറ്റ് ഉപയോഗിച്ച് വധിച്ചു. ആരാണ് ഈ പറഞ്ഞിരിക്കുന്ന വ്യക്തികള്? 1794 ജൂലൈ 28 റോബർട്ട് സ്പിയറിയെ തന്നെ വധിച്ചതോടുകൂടി ഭീകരവാഴ്ച അവസാനിക്കുകയും ചെയ്തു. കാരണം എന്തെന്ന് ചോദിച്ചാല്, കണ്ണിക്കാണുന്ന എല്ലാവരെയും ആര് വധിച്ചുകൊണ്ടിരുന്ന ഈ റോബർട്ട് സ്പിയറിയുടെ കീഴിലുള്ള ഈ ആഭ്യന്തര പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ത് ചെയ്തു? വധിച്ചുകൊണ്ടിരുന്നു. അതോടുകൂടി എന്ത് ചെയ്തു? സഹികെട്ട ജനങ്ങൾ അവസാനം 1794 ജൂലൈ 28 ഈ റോബർട്ട് സ്പിയറിയെ തന്നെ കൊണ്ട് പിടിച്ചു വെച്ചിട്ട് ഗില്ലറ്റ് ഉപയോഗിച്ച് എന്ത് ചെയ്തു? വധിക്കുകയും അതോടുകൂടി ഭീകരവാഴ്ച അവസാനിക്കുകയും ചെയ്തു. രാജാവിന്റെ വധശിക്ഷയോടുകൂടി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും അക്രമാസക്തവും പ്രക്ഷുബ്ധവുമായ ഘട്ടത്തിന്റെ തുടക്കമായിരുന്നു. ഈ ഭരണ ഭീകരവാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇമ്പോർട്ടന്റ് ആണ്. രാജാവിന്റെ, അതായത് നമ്മൾ പറയുന്ന ലൂയി 16 രാജാവിന്റെ വധശിക്ഷയോടുകൂടി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും അക്രമാസക്തവും പ്രക്ഷുബ്ധവുമായ കാലഘട്ടത്തിന് തുടക്കമാവുകയായിരുന്നു. ഈ ഭരണം ഭീകരവാഴ്ച എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഫ്രാൻസിലെ ജനങ്ങൾ തീവ്രവാദ ഭരണകാലത്ത് നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ കലാപം നടത്തുകയും ഇതിനെ തെർമിഡോറിയൻ പ്രതികരണം എന്ന പേരിൽ അറിയുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ PSC ചോദിക്കാം, തെർമിഡോറിയൻ പ്രതികരണം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാല് ഫ്രാൻസിലുണ്ടായിരുന്ന തീവ്രവാദ ഭരണകാല അല്ലെങ്കിൽ ഭീകരവാഴ്ച കാലഘട്ടത്തിലെ ഈ ഫ്രാൻസിലെ ജനങ്ങൾ ഇവന്മാരുടെ ശല്യം കാരണം അവസാനം എന്ത് ചെയ്തു? ഇവന്മാർക്കെതിരെ, അതായത് ഈ ഗില്ലറ്റ് പ്രയോഗം നടത്തുന്നവന്മാർക്കെതിരെ എന്ത് ചെയ്തു? കലാപം നടത്തുവാൻ തീരുമാനിക്കുന്നു. ഈ കലാപം അറിയപ്പെടുന്ന പേരാണ് തെർമിഡോറിയൻ പ്രതികരണം എന്ന്. എന്താണ് തെർമിഡോറിയൻ പ്രതികരണം എന്ന് പഠിക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. 1793 ജനുവരി 21 ലൂയി 16 രാജാവിന്റെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കുകയും 9 മാസങ്ങൾക്ക് ശേഷം ഭാര്യ മേരി അന്റോയിനേറ്റിനെ വധിക്കുകയും ചെയ്തു. 1794 ജൂലൈ 28 റോബർട്ട് സ്പിയറിയെ തന്നെ വധിച്ചതോടെ ഭീകരവാഴ്ച അവസാനിച്ചു. രാജാവിന്റെ വധശിക്ഷയോടുകൂടി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും അക്രമാസക്തവും പ്രക്ഷുബ്ധവുമായ കാലഘട്ടത്തിന് തുടക്കമാവുകയായിരുന്നു. ഈ ഭരണത്തെ ഭീകരവാഴ്ച എന്ന പേരിൽ അറിയപ്പെടുന്നു. ഫ്രാൻസിലെ ജനങ്ങൾ തീവ്രവാദ ഭരണകാലത്ത് നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ കലാപം നടത്തുകയും ഇതിനെ തെർമിഡോറിയൻ പ്രതികരണം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന സ്വാധീനങ്ങളാണ്, അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം മൂലം മറ്റു രാജ്യങ്ങളിലുണ്ടായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനങ്ങൾ. പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. അതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തിനെ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് പറയുന്നതിന് കാരണം. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങളുടെയും ആവേശം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. അതുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തെ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെയും അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധി ഭരണകൂടങ്ങൾ ഭീഷണിയിലാകുകയും ചെയ്തു ഫ്രഞ്ച് വിപ്ലവാനന്തരം.
ഫ്രഞ്ച് വിപ്ലവാനന്തരം യൂറോപ്പിലെ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം വൻതോതിൽ ശക്തമാകുകയും ചെയ്തു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയത്തിന്റെ പ്രചരണം വൻതോതിൽ ശക്തമാവുകയും ചെയ്തു. മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളനെ. മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. മധ്യവർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കരുത്, അത് നമ്മുടെ രണ്ടാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്നവരല്ല. മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ടിരുന്ന കച്ചവടക്കാരും അധ്യാപകരും അഭിഭാഷകര് ബാങ്കർമാരെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ. അങ്ങനെയുള്ള മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് സഹായമായിരുന്നു എന്ത്? ഫ്രഞ്ച് വിപ്ലവം. ഒന്നുകൂടി പറയാം, പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. അതുകൊണ്ട് വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവം. യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥകളുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു ഫ്രഞ്ച് വിപ്ലവം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയത്തിന്റെ പ്രചരണം വൻതോതിൽ ശക്തമായി ഫ്രഞ്ച് വിപ്ലവകാലത്ത്. മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക് സഹായമായത് എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. പഠിക്കുക. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയായിരുന്നു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. രാജ്യം എന്നാൽ ഒരു പ്രദേശമല്ല, ആ രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. ഫ്രാൻസിന് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ മറക്കരുത്, ആസ്ട്രിയൻ രാജാവായ മെറ്റേർണിക് ആണ്. ഇത് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, അതുകൊണ്ട് പഠിക്കുക. ഫ്രാൻസിന് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓസ്ട്രിയൻ രാജാവായിട്ടുള്ള മെറ്റേർണിക് ആയിരുന്നു. ആരാണ്? മെറ്റേർണിക് ആയിരുന്നു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ഫ്രഞ്ച് വിപ്ലവമായിരുന്നു. ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയായിരുന്നു. രാജ്യം എന്നാൽ പ്രദേശമല്ല, രാജ്യത്തിന്റെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചത് ഫ്രഞ്ച് വിപ്ലവത്തിലൂടെയാണ്. ഫ്രാൻസിന് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കുമെന്ന് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ഓസ്ട്രിയൻ രാജാവായ മെറ്റേർണിക് ആണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും തമ്മിലൊരു ബന്ധമുണ്ട്. അതെന്താണെന്ന് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുമുണ്ട്. നമുക്ക് നോക്കാം. ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചിരുന്നു. ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി. പൗരനായ ടിപ്പു എന്ന് സ്വയം പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയയിൽ അംഗമാവുകയും ചെയ്തു. ഇവിടെ നിന്ന് PSC സ്ഥിരം പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഏതു പ്രദേശത്താണ് ടിപ്പു സുൽത്താൻ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത് എന്നാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടതെന്നാണ് ചോദിക്കുന്നത്. ഉത്തരം എന്താണ്? അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരമായ ശ്രീരംഗപട്ടണത്താണ് അദ്ദേഹം നട്ടത്. ഒന്നുകൂടി പറയാം. പൗരനായ ടിപ്പു എന്ന് സ്വയം പേര് സ്വീകരിച്ച ടിപ്പു സുൽത്താൻ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് തന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിയയിൽ അംഗമാവുകയും ചെയ്തു. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ റൂസോയാണ്. റൂസോയുടെ പ്രശസ്തമായ പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. ഇത് രണ്ടും പഠിക്കാതെ പോവല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടമെന്ന് അഭിപ്രായപ്പെട്ട ചിന്തകൻ ആരാണ്? റൂസോയാണ്. റൂസോയുടെ പ്രശസ്തമായ പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട്. എന്താണ്? സോഷ്യൽ കോൺട്രാക്ട്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഫ്രഞ്ച് വിപ്ലവവും നെപ്പോളിയനും. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം നെപ്പോളിയനും കുറച്ച് റോൾ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രാൻസിലെ.
അതെന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രഞ്ച് വിപ്ലവവും നെപ്പോളിയനും. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിലും കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായിട്ട് രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ അല്ലെങ്കിൽ സൈന്യത്തെ നേരിട്ട് കൊണ്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു. 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ഒരു ഏകാധിപതിയായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ ഫ്രാൻസിൽ നടപ്പിലാക്കുകയും ചെയ്തു. 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ഒരു ഏകാധിപതിയായിരുന്നുവെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ ഫ്രാൻസിൽ നടപ്പിലാക്കുകയും ചെയ്തു. ആരാണ്? നെപ്പോളിയൻ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു. ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടന്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ അല്ലെങ്കിൽ സൈന്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു. 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുകയും ഒരു ഏകാധിപതിയായിരുന്നെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ ഫ്രാൻസിൽ നടപ്പിലാക്കുകയും ചെയ്തു. ആരാണ്? നെപ്പോളിയൻ. നെപ്പോളിയൻ ഫ്രാൻസിൽ കൊണ്ടുവന്ന പ്രധാന ഭരണപരിഷ്കാരങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. നെപ്പോളിയൻ ഫ്രാൻസിൽ കൊണ്ടുവന്ന പ്രധാന ഭരണ പരിഷ്കാരങ്ങൾ: കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു. ഫണ്ടിന്റെ പേരെന്താണ്? സിങ്കിങ് ഫണ്ട്. ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു. പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് പുതിയൊരു നിയമസംഹിത രൂപീകരിച്ചു. ആരാണ്? നെപ്പോളിയൻ. നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് പുതിയൊരു നിയമസംഹിത രൂപീകരിച്ചു നെപ്പോളിയൻ. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുകയും ജീവൻ തന്നെ നഷ്ടമാവുകയും ചെയ്തു. 1815 നടന്ന വാട്ടർലൂ യുദ്ധത്തിലെ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെടുകയും ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും ഫ്രഞ്ച് വിപ്ലവവും അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനുള്ളത്. ഇത് മുഴുവൻ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ പഠിക്കുക. നമ്മുടെ 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നതാണ് നമ്മളിവിടെ പഠിച്ചതെല്ലാം. അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്നാണ് PSC ഇത്രയും നാളായിട്ടും പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. ഇനി LDC മുതൽ അങ്ങോട്ടുള്ള ഏതൊരു എക്സാമിനും നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം ഈ ഒരു ഭാഗം അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇത് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.